ഹലോ ഓൾ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രോസോൺ ഫിനോമിനയാണ്. അപ്പോൾ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒരു 1 മിനിറ്റ് എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് വോയിസ് കുറച്ചുകൂടെ കൂട്ടുവോ, നോട്ട്സ് ക്ലിയർ അല്ല. ഇത് രണ്ടും ഞാൻ റെക്ടിഫൈ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ആൻഡ് കറൻ്റ്ലി ഐ ആം ഓൺ ദ ഹോസ്റ്റൽ, സോ എവ്രി വൺ ഇസ് ഹാവിങ് എക്സാമിനേഷൻ നൗ, സോ ഐ കാൺ റേസ് മൈ വോയിസ്. അപ്പം അതൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ആൻഡ് നൗ കറൻ്റ്ലി ഐ എം യൂസിങ് മൈക്ക് ഫോർ ഷൂട്ടിംഗ് ദിസ് വീഡിയോ. സോ ഐ എം തിങ്കിങ് ദാറ്റ് സംവട്ട് ഇറ്റ് ഇസ് ബെറ്റർ. ഓക്കെ, അപ്പോൾ ഹോസ്റ്റലിലായതുകൊണ്ടാണ്. ആൻഡ് നോട്ട്സിൻ്റെ കാര്യം നോക്കി കഴിയുമ്പോൾ എനിക്ക് പറ്റാവുന്ന പോലെ ഞാനിപ്പോൾ ക്ലിയർ ആക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടം വരെ ഒരു ഏകദേശം 20 സ്ലൈഡ്സ് ഉണ്ട്. ആൻഡ് 20 സ്ലൈഡ്സ് ഒന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട, കുറച്ചേ ഉള്ളൂ. എന്നിട്ട് അടുത്ത ദിവസം നമ്മൾ അടുത്ത കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഫ്ലോക്കുലേഷനെ പറ്റി പറഞ്ഞ് അവിടെ നിർത്തിയായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോസോൺ ഫിനോമിനെ കുറിച്ചാണ്. അപ്പോൾ പ്രോസോൺ ഫിനോമിനയിൽ നമ്മൾ 3 പേര് ടെസ്റ്റ് ട്യൂബ് എടുത്തു. 3 പേരെന്ന് പറയുമ്പോൾ 1-ൽ 2 വെച്ച്. അപ്പോൾ 1-ൽ ആൻറ്റിബോഡി എക്സസ് ആണ്, ആൻറ്റിബോഡി എക്സസ് ആയിട്ട് എടുത്തു. രണ്ടാമത്തേൽ ഇപ്പം നമ്മൾ ഇതിൽ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ 1-ൽ ആൻറ്റിജനും മറ്റൊന്നിൽ ആൻറ്റിബോഡിയാണ് ഉള്ളത്. ഓക്കെ, സോറി, 1-ൽ ആൻറ്റിജനും മറ്റൊന്നിൽ ആൻറ്റിബോഡിയാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഇവിടെ ഫസ്റ്റ് പെയറിൽ ആൻറ്റിബോഡി എക്സസ് ആയിട്ടുണ്ട്. ആൻഡ് സെക്കൻഡിൽ ആൻറ്റിബോഡിയും ആൻറ്റിജനും ഒപ്റ്റിമൽ പ്രൊപ്പോർഷനാണ്, രണ്ട് ഏകദേശം ഈക്വൽ പ്രൊപ്പോർഷനിലാണ്. ആൻഡ് മൂന്നാമത്തെ കേസിൽ വരുമ്പോൾ ആൻറ്റിജനും ആൻറ്റിബോഡിയിൽ ആൻറ്റിജൻ എക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് പിന്നെ പറഞ്ഞു, ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, നമ്മൾ ഫസ്റ്റ് ആൻറ്റിജൻ ആണ് എടുക്കുന്നത്, എന്നിട്ടാണ് ആൻറ്റിബോഡി ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യം ആൻറ്റിജൻ എടുത്തു 2-ലും, എന്നിട്ട് ആൻറ്റിബോഡി എക്സസ് ആയിട്ട് അവിടെ ആഡ് ചെയ്തു. രണ്ടാമത്തെ കേസിൽ ആൻറ്റിജൻ എടുത്തു എന്നിട്ട് ആൻറ്റിബോഡി ഒപ്റ്റിമൽ പ്രൊപ്പോർഷനായിട്ട്, അതായത് ഈക്വൽ പ്രൊപ്പോർഷനിൽ ആഡ് ചെയ്തു. ഇനി ആൻറ്റിജൻ നമ്മൾ മൂന്നാമത്തെ പേരിൽ ആഡ് ചെയ്തിട്ട് ആൻറ്റിജൻ കൂടുതലായിട്ടാണ് ആഡ് ചെയ്തത്, ആൻറ്റിബോഡി അത്ര എക്സസ് ആയിട്ട് ആഡ് ചെയ്തില്ല. ഓക്കെ, ഇനി മെക്കാനിസം ഓഫ് പ്രസിപ്പിറ്റേഷൻ ആണ്. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനു മുമ്പ് നമുക്ക് ഈ ഒരു ഇതിൽ കുറച്ച് കൺക്ലൂഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈക്വൽ എമൗണ്ട് ഇല്ലേ, ഈക്വൽ എമൗണ്ട് ഉള്ളതിൽ നമുക്ക് പ്രസിപ്പിറ്റേഷൻ കാണാൻ പറ്റും. ഒപ്റ്റിമൽ എമൗണ്ട് ഉള്ളിടത്ത് നമുക്ക് പ്രസിപ്പിറ്റേഷൻ കാണാനായിട്ട് പറ്റും. ഈക്വൽ എമൗണ്ടിൽ നമുക്ക് പ്രസിപ്പിറ്റേഷൻ കാണാനായിട്ട് പറ്റും. ഏതിലാണ്? ഒപ്റ്റിമൽ എമൗണ്ടിൽ. നമ്മൾ ആൻറ്റിജൻ ആൻറ്റിബോഡി ഒപ്റ്റിമൽ എമൗണ്ടിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നമുക്ക് പ്രസിപ്പിറ്റേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഇവിടുത്തെ ഫസ്റ്റത്തെ കേസിൽ അവിടെ നമുക്ക് ഫാൾസ് നെഗറ്റീവാണ്, ഫാൾസ് നെഗറ്റീവാണ് കാണിക്കുന്നത്. ആകെ ഇത്രയും ഓർത്താൽ മതി. ഒപ്റ്റിമൽ പ്രൊപ്പോർഷനിൽ ഇത് നിങ്ങൾ നോട്ട് ചെയ്തോട്ടോ. ഒപ്റ്റിമലിൽ നമുക്ക് പ്രസിപ്പിറ്റേഷൻ കാണാനായിട്ട് പറ്റും. ആൻഡ് ഈ ഒപ്റ്റിമൽ പ്രൊപ്പോർഷനിൽ പ്രസിപ്പിറ്റേഷൻ കാണാനായിട്ട് പറ്റുമ്പോൾ ആൻറ്റിബോഡി എക്സസിൽ ഫാൾസ് നെഗറ്റീവാണ് കാണിക്കുന്നത്. അതായത് ഇവിടെ പ്രസിപ്പിറ്റേഷൻ ഒന്നും ഇല്ല. അത്രയും ഓക്കെ ആണല്ലോ. വേണമെങ്കിൽ ഞാൻ ഒന്നോടെ പറയാം. നമ്മൾ 3 പെയർ ഓഫ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്. ഓക്കെ, മനസ്സിലായവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ നമ്മൾ ആൻറ്റിജൻ ആഡ് ചെയ്തു, എന്നിട്ട് ആൻറ്റിബോഡി കുറച്ച് അധികം ആഡ് ചെയ്തു. അപ്പോൾ അവിടെ ഫാൾസ് നെഗറ്റീവ് ആണ് വരുന്നതെന്ന് നമ്മൾ ലാസ്റ്റിൽ പറഞ്ഞു. രണ്ടാമത്തെ കേസിൽ ആൻറ്റിജനും ആൻറ്റിബോഡിയും ഏകദേശം ഈക്വൽ ആയിട്ടാണ് വരുന്നത്. മൂന്നാമത്തേൽ ആൻറ്റിജൻ എക്സസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, in which 2 equal amount of antigen and antibody we can see precipitation. Okay, and absence of precipitate എന്ന് പറയുന്നത് ഫാൾസ് നെഗറ്റീവ് ആണ്. ഈ ഒരു ആബ്സെൻസ് ഓഫ് പ്രസിപ്പിറ്റേറ്റ് ഫാൾസ് നെഗറ്റീവ് ആണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് പഠിക്കാൻ പോകുന്നത് മെക്കാനിസം ഓഫ് പ്രസിപ്പിറ്റേറ്റിനെ പറ്റിയാണ്. അപ്പോൾ ഇതിൽ വേണ്ട പോയിന്റ് മാത്രം ഞാൻ പറയാം. അപ്പോൾ മെറാക് പ്രപ്പോസ്ഡ് എന്നാട്ടോ ദ ലാറ്റിസ് ഹൈപ്പോത്തിസിസ്
എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ ആ ഒരു മെക്കാനിസത്തിൽ അക്സെപ്റ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലടാ, നമ്മളത് പണ്ട് മാത്സിൽ ഒത്തിരി ചെയ്താണ്. ഇത് ഇങ്ങനെ കൊണ്ടുപോയി ഇതാണ് ഒരു ലാറ്റിസിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സംഭവമാണ് ലാറ്റിസ് എന്ന് പറയുന്നത്. അത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. മൾട്ടി വാലന്റ് ആന്റിജനും ബൈ വാലന്റ് ആന്റിബോഡിയും കൂടെ ചേർന്നാൽ നമുക്ക് വലിയൊരു ലാറ്റിസ് കിട്ടും. ഇതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഏതാണ് മൾട്ടി വാലന്റ് ആന്റിജനും എന്താണ് മൾട്ടി വാലന്റ് ആന്റിജൻ ഏജ് എന്ന് കൊടുക്കുക കേട്ടോ. പ്ലസ് ബൈ വാലന്റ് ആന്റിബോഡി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഫോം ചെയ്യുന്നത്? ലാർജ് ലാറ്റിസ് ആണ്. ഓക്കെ, ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലടാ, നമ്മളത് ഒത്തിരി ലാറ്റിസ് എന്താ ഈ പറയുന്നത്, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി നമുക്ക് വലിയൊരു ഒരു ഫിഗർ കിട്ടും. ഓക്കെ, a lattice hypothesis explains how antigen and antibody react to form ലാർജ് 3-dimensional ലാറ്റിസ്. അതായത് നമുക്കറിയാം ഇതാണ് ആ ഒരു ലാറ്റിസ് എന്ന് പറയുന്നത്. ഇതൊരു 3-dimensional അല്ലേ, ഇതൊരു 3D ഫിഗർ അല്ലേ ഇത്. അപ്പൊ ഈ ഒരു ലാറ്റിസ് ഹൈപ്പോത്തസിസ് പറയും ഈ ഒരു ആന്റിജനും ആന്റിബോഡി ഇന്ററാക്ട് ചെയ്യുമല്ലോ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത്രയും വലുതായിട്ടുള്ള ഒരു ലാർജ് ഡയമെൻഷണൽ ലാറ്റിസ് കിട്ടുന്നേ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ലാറ്റിസ് ഹൈപ്പോത്തസിസ് ആണ്. അപ്പൊ മരാക്ക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഈ ലാറ്റിസ് ഹൈപ്പോത്തസിസ് പ്രപ്പോസ് ചെയ്തത്. ഈ ലാറ്റിസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു 3-dimensional ആയിട്ടുള്ള ഒരു ഫിഗറാണ്. ആന്റിജനും ആന്റിബോഡി, അതായത് മൾട്ടി വാലന്റ് ആന്റിജനും ബൈ വാലന്റ് ആന്റിബോഡിയും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. അപ്പൊ ലാറ്റിസ് ഹൈപ്പോത്തസിസ് നമുക്ക് എന്താ, ഒരു ആന്റിജനും ആന്റിബോഡി റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു സ്ട്രക്ചർ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആന്റിജൻ എക്സസ് ദ ബാലൻസീസ് ഓഫ് ആന്റിബോഡി ആർ ഫുള്ളി സാറ്റിസ്ഫൈഡ് വിച്ച് റിസൾട്ട്സ് ഇൻ ഫെയിലിയർ ഓഫ് ലാർജ് ലാറ്റിസ്. അപ്പൊ ഇവിടെ പറയുന്നത് ആന്റിജൻ ഒത്തിരി കൂടിയാലും പ്രശ്നമാണ്. അപ്പൊ നമുക്കൊരു ഒപ്റ്റിമൽ ആയിട്ടുള്ളൊരു ഫോം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു 3-dimensional ആയിട്ടുള്ളൊരു ഫിഗർ കിട്ടുന്നത്. അത്രയും നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇത്രയും പോയിന്റ്സ് ഓർക്കുക. ലാറ്റിസ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് കണ്ടുപിടിച്ചത് മരാക്ക് ആണ്. ലാറ്റിസ് എന്ന് പറയുന്ന ഒരു 3-dimensional ആയിട്ടുള്ള ഫിഗർ ആണ്. ആന്റിജനും ആന്റിബോഡി റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു 3-dimensional ഫിഗർ കിട്ടുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണ് ലാറ്റിസ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഒരു മൾട്ടി വാലന്റ് ആയിട്ടുള്ളൊരു ആന്റിജനും ബൈ വാലന്റ് ആയിട്ടുള്ള ഒരു ആന്റിബോഡിയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ലാർജ് ലാറ്റിസ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഒത്തിരി ഓവർ ആയിട്ടുള്ള ഒരു ആന്റിജൻ നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു ലാർജ് 3-dimensional ആയിട്ടുള്ള 3D ലാറ്റിസ്, അപ്പോൾ ഒരു 3-dimensional ആയിട്ടുള്ള ലാറ്റിസ് കിട്ടണമെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. പിന്നെ സോൺ ഓഫ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് മൾട്ടി വാലന്റ് ആന്റിജനും ബൈ വാലന്റ് ആന്റിബോഡിയും കൂടെ ചേർന്ന് ലാർജ് ലാറ്റിസ് കിട്ടുമെന്നാണ് ഈ സോൺ ഓഫ് പ്രൊപ്പോർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആ ഒരു പോയിന്റ് എന്താന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ആ ഒരു പ്രൊപ്പോർഷൻ, കറക്റ്റ് പ്രൊപ്പോർഷൻ ഏതാണെന്നാണ് ഈ ഒരു സോൺ ഓഫ് പ്രൊപ്പോർഷൻ പറയുന്നത്. ആ ഒരു സോൺ ഓഫ് പ്രൊപ്പോർഷൻ ഏതാണ്? മൾട്ടി വാലന്റ് ആന്റിജനും ബൈ വാലന്റ് ആന്റിബോഡിയോട് ചേർന്നിട്ട് നമുക്കൊരു 3-dimensional ആയിട്ടുള്ള ഫിഗർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് നോക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാനും അതിന്റെ ക്വാളിറ്റിയും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആൻഡ് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. മറ്റെന്താണ് ഈ ഒരു ഫിനോമിന, ഈ ഒരു പ്രസിപ്പിറ്റേഷൻ ഫിനോമിന അല്ലെങ്കിൽ ഒരു പ്രോസോൺ ഫിനോമിന എന്നൊക്കെ പറയുന്നത്. ഇനി ഡിറ്റക്ട് ആസ് ലിറ്റിൽ ആസ് ഓഫ് പ്രോട്ടീൻ ആന്റിജൻ, അതായത് നമുക്കൊരു ചെറിയ ഒരു ഈവൻ ഒരു ആന്റിജൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മതി. ഒരു ചെറിയ, ഇപ്പൊ നമ്മളറിയാം നമുക്കൊരു DNA ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡ്രോപ്പ് ഓഫ് ബ്ലഡ് മതി. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ. എക്സാമ്പിൾ ലാൻഡ്സ്ഫീൽഡ് ഗ്രൂപ്പിംഗ് ഓഫ് സ്ട്രെപ്റ്റോകോക്കസ്. അതായത് നമുക്ക് ഏത് ബാക്ടീരിയ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇവിടെ എന്താണ് പറയുന്നത്? ഫസ്റ്റ് ക്വാളിറ്റേറ്റീവ് ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്, അതുപോലെ തന്നെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. ഡിറ്റക്ട് ആസ് ലിറ്റിൽ ആസ് ഓഫ് പ്രോട്ടീൻ ആന്റിജൻ. നമുക്ക് ചെറിയൊരു എമൗണ്ട് കിട്ടിയാൽ പോലും നമുക്ക് അതിൽ ഏതൊരു ആന്റിജൻ ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആൻഡ് അതുപോലെ തന്നെ നമുക്കൊരു ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഡിറ്റക്ഷൻ ഓഫ് ആന്റിബോഡി ഫോർ ഡയഗ്നോസ്റ്റിക് പർപ്പസസ്. അതായത് നമുക്കറിയാലോ ഏത് ആന്റിബോഡിയാണ് അവിടെ ഇൻവോൾവ് ആയിരിക്കുന്നതെന്ന്. നമുക്കൊരു എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്യുമ്പോൾ അവിടെ ഏത് ആന്റിജൻ ആണ് ഏത് ആന്റിബോഡി ആണെന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. BDRL, അതുപോലെ സിഫിലിസ്,
അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ഫോറൻസിക് ആപ്ലിക്കേഷൻ, അതായത് നമ്മുടെ ഹ്യൂമൻ ബ്ലഡ് സാമ്പിള്, അതുപോലെ തന്നെ സെമനൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു പ്രോസോൺ ഫിനോമിന എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമുക്ക് ഫോറൻസിക് സയൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഈ ഒരു ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് ബ്ലഡ് സാമ്പിള്, അതുപോലെ തന്നെ സെമന്, ഇതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആരുടെയാണ്. പിന്നെ അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ഫോർ ഫുഡ് അഡൾട്രേഷൻ, നമ്മൾ ബയോകെമിസ്ട്രിയിൽ ഫുഡ് അഡൾട്രേഷൻ പഠിച്ചിട്ടുണ്ടല്ലേ. എന്തെങ്കിലും ഒരു കാര്യം, അതായത് എന്തെങ്കിലും ഒരു കെമിക്കൽ നമുക്ക് ആഡ് ചെയ്യാം ഒരു മിനിമം എമൗണ്ട്, അതിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് അതെന്താണ് അഡൾട്രേറ്റഡ് അല്ലെങ്കിൽ മായം കലർന്നതായിട്ട് മാറും. അപ്പം അങ്ങനെ മായം കലർന്നിട്ടുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. പിന്നെ ടു സ്റ്റാൻഡർഡൈസ് ടോക്സിൻ ആൻഡ് ആന്റിബോഡി, ഏതൊക്കെയാണ് ടോക്സിൻ അതുപോലെ തന്നെ ഏതൊക്കെയാണ് ആന്റിബോഡി, നമുക്ക് നമ്മുടെ ബോഡിക്ക് കൊള്ളൂലാത്തതും അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതൊക്കെ ടോക്സിക് ആണല്ലേ. അത് യൂസ് ചെയ്താൽ നമുക്ക് ഒത്തിരി ഹാർംഫുൾ സൈഡ് എഫക്റ്റ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആണ്. ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. നമുക്ക് ഒരു ചെറിയൊരു ആൻറ്റിജൻ പാർട്ട് കിട്ടിയാൽ പോലും നമുക്കത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ആന്റിബോഡിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇത് മറക്കില്ലായിരിക്കും, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഇത് സെമൻ, അതൊക്കെ ഫോറൻസിക് സയൻസിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. ഫുഡിൽ എന്തെങ്കിലും മായം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള നമുക്ക് പറ്റും. അതുപോലെ തന്നെ ടോക്സിൻസ് ഏതാണ് അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു പോർഷൻ. അപ്പോൾ പ്രോസോൺ ഫിനോമിന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രോസോൺ ഫിനോമിന ആൻഡ് അതിൻ്റെ മെക്കാനിസം ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ അത്രേ ഉള്ളൂ ആ ഒരു പ്രോസോൺ ഫിനോമിനയെ പറ്റി. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ പ്രസിപ്പിറ്റേഷൻ എന്താ നമുക്കറിയാലോ. നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് അടിയിലായിട്ട് ഒരു ഇൻസോലുബിൾ ആയിട്ടുള്ളൊരു എന്താണ് ഒരു ഫോം കിട്ടും, അതാണ് പ്രസിപ്പിറ്റേറ്റ്. നമ്മൾ തൈരിലൊക്കെ കാണുന്നില്ലേടാ, തൈരിലൊക്കെ ഇങ്ങനെ മേലെ കട്ടിയായിട്ടുള്ളൊരു ഭാഗം കിട്ടില്ലേ, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആ ഒരു മേളിൽ കട്ടിയായിട്ട് ഇങ്ങനെ പൊന്തി കിടക്കില്ല, അതാണ് ഈ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഓർത്തിരിക്കുക. പക്ഷെ അതൊന്നും എഴുതണ്ട. ഓക്കെ. അപ്പം 3 ടൈപ്സ് ഓഫ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ ഉണ്ട്. ഏതൊക്കെയാണത്? റിംഗ് ടെസ്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ്? റിംഗ് ടെസ്റ്റ് ഉണ്ട്, ഫ്ലോക്കുലേഷൻ ടെസ്റ്റ് ഉണ്ട്, ആൻഡ് ഇമ്മ്യൂണോ മോഡിഫിക്കേഷൻ ടെസ്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ് ടൈപ്സ് എന്ന് പറയുന്നത്? നമുക്ക് ഇവിടെ റിംഗ് ടെസ്റ്റ് പഠിക്കാനുണ്ട്, ഫ്ലോക്കുലേഷൻ ടെസ്റ്റ് പഠിക്കാനുണ്ട്, ആൻഡ് അതുപോലെ തന്നെ ഇമ്മ്യൂണോ മോഡിഫിക്കേഷൻ ടെസ്റ്റ് പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പം അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റിംഗ് ടെസ്റ്റിലേക്ക് പോവാം. ഓക്കെ. റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ സംതിങ് റിലേറ്റഡ് ടു റിംഗ് അല്ലേ, അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ റിംഗ് ടെസ്റ്റ് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോമെന്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ റിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആന്റിജൻ സൊല്യൂഷൻ ഈസ് ലെയേർഡ് ഓവർ ആൻ ആന്റി സെറം ഇൻ എ നാരോ ട്യൂബ്. ഇതുണ്ടോ? ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവില്ല അല്ലേ. ഓക്കെ. അപ്പോൾ ഏതാണ് ഇതിൽ ആന്റിസെറം എന്ന് പറയുന്നത്? ഇതാണ് ആന്റിസെറം. ഓക്കെ. ഞാൻ എഴുതിയത് മനസ്സിലായില്ലെങ്കിൽ ആന്റിസെറം. അപ്പോൾ ആന്റിജൻ സൊല്യൂഷൻ ഈസ് ലെയേർഡ് ഓവർ ആൻ ആന്റിസെറം. ഇതാണ് ആന്റിജൻ, ഇതാണ് ആന്റിസെറം. ഞാൻ ആ റെഡുമായിട്ട് മാർക്ക് ചെയ്തേക്കുന്നതാണ് ആന്റിസെറം. എന്നിട്ട് ആന്റിജൻ എന്താണ് അതിലേക്ക് ആഡ് ചെയ്തു, ആ ഒരു ആന്റിസെറത്തിലേക്ക് ലെയർ ചെയ്തു. ഓക്കെ. എ പ്രസിപ്പിറ്റേറ്റ് റിംഗ് അപ്പിയേഴ്സ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് 2 ലിക്വിഡ്സ്. അതായത് ഇത്ര ഉള്ളൂടാ, നമ്മളൊരു ആന്റിസെറം ഉണ്ട്, അതിലേക്ക് നമ്മൾ എന്താണ് ആന്റിജൻ ആഡ് ചെയ്തു. ഓക്കെ. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തു. എന്താണ്? ഒരു പ്രസിപ്പിറ്റേറ്റ് റിങ് പോലെ അവിടെ ഫോം ചെയ്തു. അത്രേ ഉള്ളൂ. എക്സാമ്പിൾ റിംഗ് ടെസ്റ്റ് ആർ സി റിയാക്റ്റീവ് പ്രോട്ടീൻ ടെസ്റ്റ് ആൻഡ് സ്ട്രെപ്റ്റോകോക്കെ ഗ്രൂപ്പിംഗ് ബൈ ലാൻസ്ഫീൽഡ് ടെക്നിക്. അപ്പോൾ നമുക്കറിയാം ഒരു സി റിയാക്റ്റീവ് പ്രോട്ടീനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ലിവറിലാണ് കൂടുതലായിട്ടും ഇത് കാണുന്നത്. ചില ഡിസീസ് കണ്ടീഷനിലൊക്കെ ഈ സി റിയാക്റ്റീവ് പ്രോട്ടീൻ കൂടുന്നുണ്ട്, അതൊക്കെ ഒരു ഇൻഡിക്കേഷൻ ആണ്. അപ്പം ഈ ഒരു റിംഗ് ടെസ്റ്റ് നമുക്കൊരു സി റിയാക്റ്റീവ് പ്രോട്ടീൻ്റെ ഒരു മെഷർമെൻറ്റ് നോക്കാനായിട്ട് പറ്റും. സ്ട്രെപ്റ്റോകോക്കെ ഗ്രൂപ്പിംഗ്
അതൊരു ലാൻസ്ഫീൽഡ് ടെക്നിക് എന്ന് പറഞ്ഞൊരു ടെക്നിക് ഉണ്ട്. അത് നമുക്ക് സ്ട്രെപ്റ്റോകോക്കൈനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് യൂസ് ചെയ്യാം. ഒന്നുമില്ലടാ, നമ്മളൊരു ആൻറ്റി സെറത്തിൽ നമ്മൾ ആൻറ്റിജൻ ആഡ് ചെയ്യുന്നു. രണ്ടിൻ്റെ ഇടയിൽ എന്താണ്, ഒരു റിങ് പോലെ ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു. അപ്പോൾ എന്താണിത് മെയിനായിട്ടും നമ്മുടെ സി റിയാക്റ്റീവ് പ്രോട്ടീൻ ഇല്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ മെഡ്സർജ് ഒക്കെ പഠിച്ചപ്പോൾ നമുക്കറിയാം സി റിയാക്റ്റീവ് പ്രോട്ടീനിൽ ലിവറിലുള്ളതാണ്. അത് കൂടുമ്പോൾ നമുക്ക് പല ഡിസീസ് കണ്ടീഷൻസ്, ലിവർ സിറോസിസ് ഒക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാനത് ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് പറയാം. ആൻഡ് സ്ട്രെപ്റ്റോകോക്കി ഒക്കെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു റിംഗ് ടെസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ റിംഗ് ടെസ്റ്റ് അവിടെ കഴിഞ്ഞ് ഇത്രയും നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇനിയാണ് ഫ്ലോക്കുലേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഒരു സ്ലൈഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ട്യൂബിൽ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റേ കേസിൽ നമ്മൾ റിംഗ് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു നാരോ ട്യൂബിലാണ് അല്ലേ. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ സ്ലൈഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ട്യൂബിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ലൈഡ് നോക്കാം. A drop of antigen solution is added to a drop of inactivated patient serum on a slide and mixed by shaking. Flocules appear. The VDRL test for detection of antibodies against syphilis is an example of slide flocculation test. ഒന്നുമില്ലാടാ, ഇവിടെ എന്താണ്, നമ്മളൊരു സ്ലൈഡ് എടുത്തു. ഓക്കെ, എന്നിട്ട് എ ഡ്രോപ്പ് ഓഫ് ആൻറ്റിജൻ സൊല്യൂഷൻ, നമ്മളൊരു ആൻറ്റിജൻ സൊല്യൂഷൻ അവിടെ ആഡ് ചെയ്തു. is added to a inactivated patient serum. ഇവിടെ ഓൾറെഡി ഒരു സെറം ഉണ്ടെന്ന് കരുതുക. എന്നിട്ട് ഒരു ഡ്രോപ്പ് ഓഫ് ആൻറ്റിജൻ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് ഞാനത് നല്ലപോലെ മിക്സ് ചെയ്തു. എങ്ങനെ, ഷേക്ക് ചെയ്ത് മിക്സ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അവിടെ അതിൻ്റെ മേലൊരു ഫ്ലോക്യൂൾസ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പൊങ്ങിക്കിടക്കുന്ന വസ്തുവാണ് ഫ്ലോക്യൂൾസ്. അപ്പോൾ ഇതാണ് ഫ്ലോക്യൂൾസ് ഉണ്ടെങ്കിൽ അവിടെ എന്താണ്, ഈ VDRL ടെസ്റ്റ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് ആൻറ്റിബോഡി അഗൈൻസ്റ്റ് സിഫിലിസ്. അതൊരു എക്സാമ്പിൾ ആണ് ഈ ഒരു സ്ലൈഡ് ഫ്ലോക്കുലേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ആൻറ്റിസെറത്തിൽ ഒരു ഡ്രോപ്പ്, കുറച്ച് ഡ്രോപ്പ് ആൻറ്റിജൻ ഇട്ടു, അവിടെ നമുക്ക് പൊങ്ങിക്കിടക്കുന്ന ഒരു പ്രതലം കിട്ടി. അതാണ് ഈ ഒരു സ്ലൈഡ് ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. VDRL ആണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനിയാണ് ട്യൂബ് ടെസ്റ്റ്. അതായത് ഈ ഫ്ലോക്കുലേഷൻ ടെസ്റ്റ് നമുക്ക് സ്ലൈഡിലും ചെയ്യാൻ പറ്റും, ട്യൂബിലും ചെയ്യാൻ പറ്റും. അത്രയും ഓക്കെ ആണല്ലോ. അതായത് ഫ്ലോക്കുലേഷൻ എന്ന് പറയുമ്പോൾ എന്തൊരു വസ്തു പൊന്തിക്കിടക്കും. പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് താഴെ അടിയിലായിട്ടായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ രണ്ട് ലിക്വിഡിന്റെ ജംഗ്ഷനായിട്ടും ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഈ ഒരു ഫ്ലോക്കുലേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് മേലേക്ക് ഇങ്ങനെ പൊന്തിക്കിടക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഒരു ട്യൂബ് ടെസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ദ CAN ടെസ്റ്റ്, ട്യൂബൽ ഫ്ലോക്കുലേഷൻ, വാസ് ഡൺ പ്രീവിയസ്ലി ഫോർ ഡയഗ്നോസിസ് ഓഫ് സിഫിലിസ്. സിഫിലിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ട്യൂബ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ടോക്സിൻസ് ആൻഡ് ടോക്സോയിഡ് ഇസ് ഓൾസോ ഡൺ ബൈ ട്യൂബ് ഫ്ലോക്കുലേഷൻ ടെസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഒരു ട്യൂബ് ഫ്ലോക്കുലേഷൻ ടെസ്റ്റിങ്ങിന്റെ വേറൊരു പേരാണ് CAN ടെസ്റ്റ്. ഷാരൂഖ് ഖാൻ ഒക്കെ ഓർത്തുക, നമുക്ക് പെട്ടെന്ന് കിട്ടും. CAN ടെസ്റ്റ് ആണ് ഇതിൻ്റെ ഒരു വേറെ പേര്. ഇത് മെയിനായിട്ടും സിഫിലിസ് എന്താണ്, ഒരു ബാക്ടീരിയ ആണല്ലേ. ഒരു ബാക്ടീരിയനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടോക്സോയിഡ്സിനെ ഒക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പല ടോക്സിൻസ് ഉണ്ടല്ലോ, അതിനെയൊക്കെ ഒന്ന് കറക്റ്റ് ആ ഒരു ടോക്സിസിറ്റി വെച്ച് നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് ഈ ഒരു ട്യൂബ് ടെസ്റ്റ് സഹായമാണ്. അപ്പം എന്താണ്, നമ്മൾ റിംഗ് ടെസ്റ്റ് പഠിച്ചു, നമ്മൾ റിംഗ് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ പഠിച്ചു റിംഗ് ടെസ്റ്റ്, നമ്മൾ പഠിച്ചു. ഈ ഫ്ലോക്കുലേഷൻ ടെസ്റ്റിൽ നമ്മൾ ട്യൂബും ഉണ്ട്, അതുപോലെ തന്നെ സ്ലൈഡും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇമ്മ്യൂണോ മോഡിഫിക്കേഷൻ ടെസ്റ്റ് നോക്കാൻ പോകുന്നത്. ദിസ് ആർ precipitation test in gel immunodiffusion is generally done in 1% agar gel. അപ്പോൾ ദിസ് ആർ precipitation test in gel immunodiffusion. അപ്പോൾ ഇത് 1% agar ജെല്ലിലാണ് മെയിൻലി ഇമ്മ്യൂണോ മോഡിഫിക്കേഷൻ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എത്രയാണ്, 1% ഏതിലാണ്, അഗറിലാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്മ്യൂണോ മോഡിഫിക്കേഷൻ ആണ്. ദ റിയാക്ടിംഗ് ബാൻഡ് ഇസ് ഈസിലി വിസിബിൾ ആൻഡ് ക്യാൻ ബി സ്റ്റെയിൻഡ് ഫോർ പ്രിസർവേഷൻ. ദിസ് ബാൻഡ് ഇസ് സ്റ്റേബിൾ. ഇവിടെ പറയുന്നത് ദ റിയാക്ടിംഗ് ബാൻഡ് എന്ന് പറയുന്നത് ഈസിലി വിസിബിൾ ആണ് ആൻഡ് ക്യാൻ ബി സ്റ്റെയിൻഡ് ഫോർ പ്രിസർവേഷൻ. ദിസ് ബാൻഡ് ഇസ് സ്റ്റേബിൾ. The number of different antigen in the reaction can be observed as each antigen-antibody reaction give rise to a line of precipitation. It helps to identify different antigen. Okay, identity, cross reaction and non-identities between different antigen can also be observed by immunodiffusion. Okay,
ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ ആയിട്ട് ഇതിന്റെ യൂസ് ആണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ് പെട്ടെന്ന് നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല, കാരണം നമുക്ക് കുറച്ചധികം ടെസ്റ്റ് പഠിക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോളും. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ടും ഈ ഒരു ഇമ്മ്യൂണോ മോഡിഫിക്കേഷൻ ടെസ്റ്റ് 1% അഗറിലാണ് ആഡ് ചെയ്യുന്നതെന്ന് ഓർക്കുക, യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ആൻഡ് പിന്നെ ഈ ഒരു മെയിൻ ആയിട്ട് ഇത് എന്തിനാണ്, നമുക്ക് ഒരു ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് എന്താണ് അവിടെ ഒരു പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതുവഴി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്റിജനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയാ, ഐഡന്റിറ്റി ക്രോസ് റിയാക്ഷൻ ആൻഡ് നോൺ ഐഡന്റിറ്റി ബിറ്റ്വീൻ ഡിഫറെന്റ് ആന്റിജൻ ക്യാൻ ബി ഓൾസോ ബൈ ഒബ്സർവ്ഡ്. അപ്പൊ എന്തെങ്കിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്റിജനെ നമുക്ക് ഇതിലൂടെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത്രയും നിങ്ങൾ ഓർത്താൽ മതി. ദ റിയാക്ടിംഗ് ബാൻഡ് ഈസ് ഈസിലി വിസിബിൾ ആൻഡ് ക്യാൻ ബി സ്റ്റെയിൻഡ് ഫോർ പ്രിസർവേഷൻ. ദിസ് ബാൻഡ് ഇസ് സ്റ്റേബിൾ. നമ്മൾ ഇവിടെ ഒരു ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടക്കുമല്ലോ, അത് നമുക്ക് നല്ലപോലെ കാണാനായിട്ട് പറ്റും. ആൻഡ് എന്നിട്ട് ആ ഒരു കാണാനായിട്ട് പറ്റി കഴിയുമ്പോൾ അതിനെ നമുക്ക് എന്താണ് സ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. എന്തിനാ, ആ കിട്ടിയ ഒരു പ്രസിപ്പിറ്റേറ്റ് സ്റ്റെയിൻ ചെയ്തിട്ട് പ്രിസർവേഷന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി. പിന്നെ അത് സ്റ്റേബിൾ ആണ്. ഒരു ആന്റിജൻ ആന്റിബോഡി റിയാക്ഷന്റെ ബാൻഡ് എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് എന്താ അത് സ്റ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റും പിന്നീട് ഫെർദർ സ്റ്റഡീസിന് വേണ്ടി, കാരണം അത് സ്റ്റേബിൾ ആണ്, നശിച്ചു പോകത്തില്ല. ഓക്കെ, ദ നമ്പർ ഓഫ് ഡിഫറെന്റ് ആന്റിജൻ ഇൻ ദ റിയാക്ഷൻ ക്യാൻ ബി ഒബ്സർവ്ഡ്. അപ്പൊ നമുക്കറിയാം ഒരു ബ്ലഡ് സിറത്തിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്റിജൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു റിയാക്ഷനെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ പല റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ആന്റിജൻ ആന്റിബോഡി എന്താണ്, ഇപ്പോൾ പല ആന്റിജനും ഉണ്ടെങ്കിൽ നമുക്ക് ഓരോരോ ആന്റിജനും ആന്റിബോഡി റിയാക്ഷൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്റിജൻ ആ ഒരു സെറത്തിലുണ്ടെങ്കിൽ നമുക്കതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ ഒരു ഇമ്മ്യൂണോ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് സിംഗിൾ ഡിഫ്യൂഷൻ ഇൻ വൺ ഡയമെൻഷൻ, നമ്മൾ അതിനെ ഔഡിൻ പ്രൊസീജിയർ എന്ന് പറയും. അതുപോലെ തന്നെ ഡബിൾ ഡിഫ്യൂഷൻ ഇൻ വൺ ഡയമെൻഷൻ, ഓക്ലെ ഓക്കുമരവില്ലേ അതിന്റെ ഓക്ലെ ഫുൾത്രോപ്പ് പ്രൊസീജിയർ എന്ന് പറയും. പിന്നെ സിംഗിൾ ഡിഫ്യൂഷൻ ഇൻ 2 ഡയമെൻഷൻ റേഡിയൽ ഇമ്മ്യൂണോ ഡിഫ്യൂഷൻ എന്ന് പറയും. പിന്നെ ഉള്ളതാണ് ഇമ്മ്യൂണോ ഇലക്ട്രോഫോറസിസ്, ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ. പിന്നെയാണ് ഇലക്ട്രോ ഇമ്മ്യൂൺ ഡിഫ്യൂഷൻ. നമുക്ക് ഇന്ന് സിംഗിൾ ഡിഫ്യൂഷൻ ഇൻ 1 ഡയമെൻഷനും അതുപോലെ തന്നെ സിംഗിൾ ഡിഫ്യൂഷൻ ഇൻ ഡബിൾ ഡിഫ്യൂഷൻ ഇൻ 1 ഡയമെൻഷനും അതുപോലെ സിംഗിൾ ഡിഫ്യൂഷൻ ഇൻ 2 ഡയമെൻഷനും അതിന്റെ യൂസസും നമുക്ക് നോക്കാം. ഇത്രയാണ് നമുക്ക് നോക്കിയാൽ മതി. ഇലക്ട്രോഫോറസിസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം, അല്ലെങ്കിൽ വീഡിയോ കുറച്ചധികം ലോങ് ആവും. അപ്പൊ നമുക്ക് സിംഗിൾ ഡിഫ്യൂഷൻ നോക്കാം. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? അപ്പോൾ ഇതിന് നമ്മൾ സിംഗിൾ ഡിഫ്യൂഷൻ പഠിക്കാം. ഓക്കെ, ദ ആന്റിബോഡീസ് മിക്സ്ഡ് ഇൻ അഗർ ജെൽ ഇൻ എ ട്യൂബ്, ടെസ്റ്റ് ട്യൂബ് അല്ലെങ്കിൽ ട്യൂബ്. An antigen solution is poured over it. The antigen diffuses downward through the agar and a line of precipitation is formed. The number of precipitate bands will indicate the number of different antigen present. It is single diffusion of antigen only and no one dimension, that is towards antibody in agar cell. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആന്റിബോഡി എന്താണ് മിക്സ്ഡ് ഇൻ അഗർ ജെൽ, ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു, അവിടെ നമ്മളൊരു ആന്റിബോഡി അഗർ ജെല്ലുമായിട്ട് മിക്സ് ആക്കി. പിന്നെ നമ്മൾ ആ ഒരു ആന്റിജൻ സൊല്യൂഷൻ ആ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിച്ചു. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, അതാണല്ലോ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് ഒരു അഗർ നമ്മൾ അഗർ ജെല്ല് 1% അഗറാണല്ലോ ഇത് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു അഗറിലേക്ക് നമ്മൾ ആന്റിബോഡി ആഡ് ചെയ്തു, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു. എന്നിട്ട് ഇതിലേക്ക് ആന്റിജനെ ഒഴിച്ചു. ഓക്കെ, ഇതിലേക്ക് ആന്റിജനെ ഒഴിച്ചു. ഇത്രയും ഓക്കെ ആണല്ലോ? ഓക്കെ, ദ ആന്റിജൻ ഡിഫ്യൂസസ് ഡൗൺവേർഡ് ത്രൂ ദ അഗർ ആൻഡ് എ ലൈൻ ഓഫ് പ്രസിപ്പിറ്റേഷൻ ഇസ് ഫോംഡ്. അപ്പൊ ആന്റിജൻ എന്താണ്, നമ്മൾ ആദ്യം ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു, അത്രയും ഓക്കെ ആണല്ലോ. അതിൽ അഗർ ജെല്ല് 1% ആഡ് ചെയ്തു, ഇതിലേക്ക് എന്താണ് ആന്റിബോഡി ആഡ് ചെയ്തു, നല്ലപോലെ മിക്സ് ചെയ്തു. എന്നിട്ട് ഇതിലേക്ക് ആന്റിജൻ ആഡ് ചെയ്തു. ഓക്കെ, ആന്റിജൻ ആഡ് ചെയ്ത സമയത്ത് ഇത്രയും ഓക്കെ ആണല്ലോ. ദ ആന്റിജൻ ഡിഫ്യൂസസ് ഡൗൺവേർഡ്, ഈ ഒരു ആന്റിജൻ താഴത്തേക്ക് പോയിട്ട് എന്താണ് ഒരു പ്രസിപ്പിറ്റേഷൻ അവിടെ ഫോം ചെയ്തു. ദ നമ്പർ ഓഫ് പ്രസിപ്പിറ്റേറ്റ് ബാൻഡ് വിൽ ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് ഡിഫറെന്റ് ആന്റിജൻ. അപ്പോൾ
ഈ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഡിഫറെൻറ്റ് ബാൻഡ്സ് കാണിക്കുവാണെങ്കിൽ അവിടെ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ആൻറ്റിജനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഇവിടെ 3 ബാൻഡ് ഉണ്ടെങ്കിൽ ഇവിടെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൻറ്റിജൻ ഉണ്ടെന്നാണ് അർത്ഥം. ഈ ഒരു നമ്പർ ഓഫ് ബാൻഡ് എത്രയുണ്ടോ അത്രയും ആൻറ്റിജൻ നമ്മുടെ ആ ഒരു എന്താണ് പറയുന്നത്, ഒരു സിറത്തിൽ ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അത്ര ഓക്കെ ആണല്ലോ. ദ നമ്പർ ഓഫ് പ്രസിപ്പിറ്റേറ്റ് ബാൻഡ്സ്, ഇതൊരു പ്രസിപ്പിറ്റേറ്റ് ബാൻഡ് വിൽ ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ആൻറ്റിജൻ പ്രസന്റ് ഇൻ സിംഗിൾ ഡിഫ്യൂഷൻ ഓഫ് ആൻറ്റിജൻ only and one dimension, that is towards antibody in agar. ഇതൊരു 1 dimension ആണ്. 1 dimension ഇവിടെ ദേ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇത് ഒറ്റ ഡയമെൻഷനിലാണ് നടക്കത്തുള്ളൂ. ഫസ്റ്റത്തെ 1 dimension ആണോ? ഫസ്റ്റത്തെ എന്താണ്? ഇതാണ് 1 dimension, ഇതാണ് 2 dimension അല്ലെങ്കിൽ ഡബിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഡബിൾ ഡിഫ്യൂഷൻ നോക്കാം. ദ ആന്റിബോഡി ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ അഗർ ജെൽ എബവ് വിച്ച് ഈസ് പ്ലേസ്ഡ് എ കുളംബ് ഓഫ് പ്ലെയിൻ അഗർ. The antigen and antibody move towards each other through intervening column of plain agar and precipitate band is formed where they meet in optimum concentration. അപ്പോൾ മറ്റതിൽ സിംഗിൾ ഡിഫ്യൂഷനിൽ ഈ ഒരു ആരോ നോക്കിയാൽ മതി, ഒറ്റൊരു ഡയറക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. ഡബിൾ ഡിഫ്യൂഷനിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എന്താണ്? ദ ആന്റിജൻ ആൻഡ് ആന്റിബോഡി മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ ത്രൂ ഇന്റർവീനിങ് അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമൊക്കെ ചെയ്ത സെയിം മെത്തേഡാണ്. ഇവിടെ എന്താണ്? ആന്റിജനും ആന്റിബോഡി ഉണ്ട്, ഇങ്ങോട്ടും പോവും അങ്ങോട്ടും വരും. ആ ഒരു ആന്റിജൻ അങ്ങോട്ട് പോകും, ആന്റിജനും ആന്റിബോഡി അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, അത്രേ ഉള്ളൂ. എന്നിട്ട് എന്താണ്? ആൻഡ് പ്രസിപ്പിറ്റേറ്റ് ബാൻഡ് ഇസ് ഫോംഡ് വെയർ ദേ മീറ്റ് ഇൻ ഒപ്റ്റിമം കോൺസെൻട്രേഷൻ. ഏറ്റവും കൂടുതൽ എന്താണ്? ഒപ്റ്റിമം എന്ന് പറയുന്നത് മാക്സിമം എന്നാണ് അർത്ഥം. ആന്റിജനും ആന്റിബോഡി ഇങ്ങനെ പോവും വരികയും ചെയ്യുന്ന സമയത്ത് ഒരു പോയിന്റിൽ മാക്സിമം അവർ മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടാവും. അവിടെയായിരിക്കും ബാൻഡ് അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നത്. ഒന്നുമില്ലടാ, ആദ്യം നടത്തിയ പോലെ തന്നെ ഒരു പ്ലെയിൻ അഗർ നമ്മൾ എടുത്തു, അതിലേക്ക് ആന്റിജനും ആന്റിബോഡി മിക്സ് ചെയ്തു. ആ സമയത്ത് എന്താണ്? മറ്റതുപോലെ അത് ഒറ്റൊരു ഡയറക്ഷൻ അല്ല, ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത്, അതായത് ആന്റിജനും ആന്റിബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് ഒരു പോയിന്റിൽ മാക്സിമം മീറ്റിംഗ് നടക്കും. അവിടെയാണ് പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുന്നത്. അപ്പം അത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി, കാരണം വീഡിയോ നല്ലപോലെ ലോങ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്രയാണ് പഠിച്ചത്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? റിംഗ് ടെസ്റ്റ് പഠിച്ചു, ഫ്ലോക്കുലേഷൻ പഠിച്ചു, ഇമ്മ്യൂണോ മോഡിഫിക്കേഷനിൽ സിംഗിൾ ഡിഫ്യൂഷൻ ഇൻ 1 ഡയമെൻഷനിൽ ഡബിൾ ഡിഫ്യൂഷനും സിംഗിൾ ഡിഫ്യൂഷനും പഠിച്ചു. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിംഗിൾ ഡിഫ്യൂഷൻ ഇൻ 2 ഡയമെൻഷൻ പഠിക്കാനുണ്ട് നമുക്ക്. അതുപോലെ ഡബിൾ ഡിഫ്യൂഷൻ ഇൻ 2 ഡയമെൻഷൻ പഠിക്കാനുണ്ട്. പിന്നെ ഇമ്മ്യൂണോ ഇലക്ട്രോഫോറസിസ്, വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് 5 മാർക്കിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പഠിക്കാം. അപ്പം അതിൻ്റെ ബാലൻസ് കൂടി ഈ ഒരു ഇമ്മ്യൂണോ മോഡിഫിക്കേഷൻ പഠിച്ചിട്ട് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് എന്താ പഠിക്കാൻ പോകുന്നത്? നമുക്ക് ഇലക്ട്രോഫോറസിസ് പഠിക്കാം. അതിൻ്റെ വിത്ത് യൂസസ് ഉണ്ട്. പിന്നെ ഉള്ള ഒരു പോർഷനാണ് അഗ്ലൂട്ടിനേഷൻ. എന്നിട്ട് നമുക്ക് അതും പഠിച്ചു കഴിഞ്ഞ് പിന്നെ നമുക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി പഠിക്കണം. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ബാക്ടീരിയോളജി, ഈ ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് അതൊക്കെ എടുക്കാൻ. ഫസ്റ്റ് നമ്മൾ ഇമ്മ്യൂണോളജി കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇമ്മ്യൂണോളജി നല്ലപോലെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്ടീരിയോളജി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ബാക്ടീരിയോളജി നല്ലൊരു വാസ്റ്റ് സിലബസ് ആണ്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇമ്മ്യൂണോളജി പോലെ അത്ര ഈസിയാണ്, പക്ഷെ എന്നാലും ഇമ്മ്യൂണോളജി നമുക്ക് ഒന്ന് നല്ലപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് പിന്നീട് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് സെക്ഷൻ ബി ഇൻഫെക്ഷൻ കൺട്രോളും നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓഡിയോസ് ഇപ്പോൾ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോട്ട്സ് ഒക്കെ നമുക്ക് നല്ലപോലെ ഓക്കെ ആക്കാം. ടൈമുള്ള പോലെ എന്നെക്കൊണ്ട് പറ്റണ പോലെ ഞാൻ വീഡിയോസ് ഇടാനായിട്ട് നോക്കാം. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഓൾസോ ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. ഇത് യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച പോർഷൻസ് ഞാൻ ഇത്രയും എടുത്ത പോർഷൻസ് നിങ്ങൾ ലെക്ചർ നോട്ട്സ് എടുത്ത് വിത്ത് ടെക്സ്റ്റ് ബുക്കിൻ്റെ റെഫറൻസ് കൂടെ നോക്കുക. കാരണം ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ അഡീഷണൽ പോയിന്റ്സ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നിന്ന് കിട്ടുമായിരിക്കും. ഓക്കെ, അങ്ങനെ അതും ഇതും കൂടെ വെച്ചൊരു ലെക്ചർ നോട്ട് ഉണ്ടാക്കിയിട്ട് റിവൈസ് ചെയ്യുക. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അതുപോലെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൈക്രോബ്സ് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എല്ലാം എടുത്തിട്ടുണ്ട്, സിലബസ് വൈസിൽ എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് നമ്മൾ ഇമ്മ്യൂണോളജി, പിന്നെ നമ്മൾ ബാക്ടീരിയോളജി, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ നമ്മൾ ഓൾറെഡി കുറച്ചൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും.
എൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുമ്പോൾ ഇനി മൈക്രോബയോളജിയാണ് കൂടുതലൊന്ന് സെക്ഷൻ എ പാർട്ടാണ് കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആക്കേണ്ടത്. സെക്ഷൻ ബി എങ്ങനെയായാലും നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു.